ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം എന്ന സ്ഥാനം ഏറെക്കാലം ചൈനയ്ക്കായിരുന്നു. എന്നാൽ അടുത്ത നാളിൽ അവർക്ക് അത് നഷ്ടപ്പെട്ടു. ജനസംഖ്യ കുറയുന്നതിൽ ഉത്കണ്ഠാകുലരായ ചൈനീസ് ഭരണകൂടം രാജ്യത്തെ ജനന നിരക്കും വിവാഹ നിരക്കും ഉയർത്താൻ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ്. അതിനിടെ ഒരു ചൈനീസ് കമ്പനി സ്വന്തം നിലയ്ക്ക് വിവാഹ നിരക്ക് വർദ്ധിപ്പിക്കാൻ നടത്തിയ നീക്കം വലിയ വിവാദമായി. സംഭവം ഇങ്ങനെയാണ്. ഷാങ്ഡോങ് പ്രവിശ്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷുൻഡിയൻ കെമിക്കൽ ഗ്രൂപ്പ് കമ്പനി തങ്ങളുടെ ജീവനക്കാർക്കായി ഒരു സർക്കുലർ ഇറക്കി. 28-നും 58-നും ഇടയിൽ പ്രായമുള്ള അവിവാഹിതരും വിവാഹമോചിതരുമായവർ സെപ്റ്റംബറോടെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കണമെന്നും അല്ലാത്തപക്ഷം അവരെ പിരിച്ചുവിടുമെന്നുമായിരുന്നു സർക്കുലറിന്റെ ഉള്ളടക്കം. സതുദ്ദേശത്തോടെയുള്ള ഈ നിർദ്ദേശം പക്ഷെ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. സംഭവം വിവാദമായതോടെ ചൈനീസ് ഭരണകൂടം കമ്പനിയിൽ നിന്ന് വിശദീകരണവും തേടി. എന്നാൽ സ്വയം ന്യായീകരിക്കാനാണ് കമ്പനി ആദ്യം നോക്കിയത്. വിവാഹ നിരക്ക് ഉയർത്താനുള്ള സർക്കാർ നിർദ്ദേശങ്ങളെയും പരമ്പരാഗത ചൈനീസ് മൂല്യങ്ങളെയും പിന്തുണച്ചുകൊണ്ടാണ് ജീവനക്കാർക്ക് പ്രസ്തുത നിർദ്ദേശം നൽകിയതെന്ന് കമ്പനി അവകാശപ്പെട്ടു. കമ്പനിയുടെ നിർദ്ദേശം ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് വിവാഹ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി ചൈനീസ് നിയമവിദഗ്ധർ കൂടി രംഗത്തെത്തിയതോടെ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ബ്യൂറോ അധികൃതർ കമ്പനിയിൽ പരിശോധനയ്ക്കെത്തി. തൊട്ടു പിന്നാലെ കമ്പനി സർക്കുലർ പിൻവലിക്കുകയും അവിവാഹിതരെ പിരിച്ചുവിടില്ലെന്ന് ജീവനക്കാർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു.